നമ്മുടെ ഇത്രയും നാളത്തെ വീഡിയോസുകളിൽ ഞാൻ പലതരത്തിലുള്ള ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഉപയോഗിച്ചതിൽ ഏറ്റവും കൂടുതൽ സൗണ്ട് ക്ലാരിറ്റി ഉള്ളതും അതുപോലെ കുറച്ച് പ്രത്യേകതയുള്ളൊരു ബോർഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സാധനം. 210 രൂപയാണ് ഈ ഒരു ബോർഡിനായത്. ഈ ഒരു ബോർഡ് ഞാൻ വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. 210 രൂപയാണ് ഈ ഒരു ബോർഡിനായത്. അപ്പോൾ ഈ ഒരു ബോർഡും 2 സ്പീക്കറും ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ റീചാർജബിൾ മ്യൂസിക് പ്ലെയർ നമുക്ക് സ്വന്തമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ ഒരു ബോർഡിലും 2 സ്പീക്കർ ഔട്ടാണ് ഉള്ളത്. ഒരു ചാനലിൽ 5 വാട്ട്സ് വീതം. നമ്മൾ ഇത്രയും നാളും പരിചയപ്പെടുത്തിയ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡുകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആംപ്ലിഫയർ ഐസി കുറച്ചും കൂടെ വലുതാണ്. അതുപോലെ മറ്റുള്ള ബോർഡുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ബോർഡിൻ്റെ തന്നെയാണ്. ഈ ഒരു ബോർഡിലെ 2 വൈറ്റ് സോക്കറ്റ്, ഇതിൽ രണ്ടിലുമാണ് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത്. റെഡ് നിറത്തിൽ കാണുന്ന സോക്കറ്റിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ കൂടുതൽ ബാക്കപ്പ് കിട്ടാനായിട്ട് ഒന്നിൽ കൂടുതൽ ബാറ്ററിയും ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യരുത്. പിന്നെ ഈ ഒരു ബോർഡിൽ ചെറിയൊരു കണ്ടൻസർ മൈക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. ഈ ഒരു ബോർഡും ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഫോണിൽ കോൾ വന്നിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു മൈക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യുന്ന ലിഥിയം ബാറ്ററി അത് നമുക്ക് ഈ ഒരു ബോർഡ് വഴി തന്നെ ചാർജ് ചെയ്യാൻ, വേറെ BMS ബോർഡൊന്നും ഉപയോഗിക്കേണ്ട. അതിനുവേണ്ടിയുള്ള ചാർജിങ് സോക്കറ്റ് ഈ ഒരു ബോർഡിൽ തന്നെ ഉണ്ട്. പിന്നെ മെമ്മറി കാർഡ്, പെൻഡ്രൈവ്, FM റേഡിയോ, ബ്ലൂടൂത്ത്, ഓക്സ് ഇൻപുട്ട് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ബോർഡിൽ മൊത്തത്തിൽ 4 സ്വിച്ചുകളാണ് വരുന്നത്. ഓൺ ഓഫ്, മെനു, വോളിയം, അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ നെക്സ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ട്. മെനു ബട്ടണിൽ തന്നെയാണ് പ്ലേ ആൻഡ് പൗസ് ഒക്കെ വരുന്നത്. പ്ലേ ആൻഡ് പൗസിന് സിംഗിൾ ക്ലിക്ക്, മോഡ് മാറ്റാനായിട്ടാണെങ്കിൽ മെനു ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഇതുപോലുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക് ഏകദേശം 140 രൂപയ്ക്കാണ് 100 രൂപ മുതലുള്ള ബാറ്ററി കിട്ടും. അതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് കൂടുതൽ ബാക്കപ്പ് കിട്ടാനായിട്ട് ഇതുപോലത്തെ 2 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ കൊടുത്ത് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ ഒരു ബോർഡ് വഴി 2 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പാടില്ല. ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡ് കംപ്ലൈൻറ്റ് ആവും. പിന്നെ ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് ബാറ്ററിയും സ്പീക്കർ കണക്ട് ചെയ്യാൻ ഇങ്ങനത്തെ വയർ കണക്ടർ മേടിക്കാൻ കിട്ടും. ഞാനിവിടെ മേടിച്ചത് കുറച്ച് വലുതായതുകൊണ്ട് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ചെറുത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ വയർ കണക്ടർ മേടിക്കുവാണെങ്കിൽ നമുക്ക് വയർ സോൾഡ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീമെയിൽ ജമ്പർ വയർ ഉപയോഗിച്ച് നമുക്കിതിലേക്ക് സ്പീക്കറും ബാറ്ററി കണക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ബോർഡിൽ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിൽ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള സോക്കറ്റാണ് ഈ റെഡ് നിറത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന ഈ സോക്കറ്റിൻ്റെ സൈഡിലായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അടയാളപ്പെടുത്താത്തതുകൊണ്ട് നമുക്കിതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ബോർഡുകളിലും പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡിൽ അങ്ങനെയില്ല. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് ഡാമേജ് ആവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം ഇതിൻ്റെ ചാർജിങ് സോക്കറ്റിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ബോർഡ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിക്കാൻ നമുക്ക് ബാറ്ററി വേണമെന്നില്ല കേട്ടോ, മൊബൈലിൻ്റെ ചാർജറിലും വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സോക്കറ്റിലേക്ക്, ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യേണ്ട ഈ റെഡ് സോക്കറ്റിലേക്ക് ഇതുപോലെ LED ബൾബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സോക്കറ്റിൽ പോസിറ്റീവ് നെഗറ്റീവും കണ്ടുപിടിച്ചിട്ട് പിന്നെ ബാറ്ററി കണക്ട് ചെയ്യുന്നതായിരിക്കും സേഫ്. ഇതറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നാണ്. നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആയി പോവും. അതുപോലെ തന്നെ എല്ലാ ബോർഡുകൾക്കും ഈ ഒരു പ്രശ്നമില്ല. ഈ ഒരു ബോർഡിലാണ് ഞാനിവിടെ മേടിച്ചതിൽ പോസിറ്റീവ് നെഗറ്റീവും അടയാളപ്പെടുത്താത്ത ഇങ്ങനെ കണ്ടത്. അതുപോലെ ഇങ്ങനത്തെ കണക്ടറുകളിൽ പോസിറ്റീവ് നെഗറ്റീവും പലതിലും മാറിയാണ് വരുന്നത്. അപ്പോൾ അതും ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു LED ഉപയോഗിച്ച് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ള കണക്ടർ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ഇപ്പോൾ ഈ ഒരു ബ്ലൂ നിറത്തിലുള്ള LED കണക്ട് ചെയ്യുമ്പോൾ ബോർഡിലുള്ള റെഡും ഗ്രീനും ലൈറ്റ് തെളിയുന്നത് വേറെ ഒന്നുമല്ല, അത് ഈ ഒരു ബോർഡിലെ ചാർജ് ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലിഥിയം ബാറ്ററിയുടെ ആദ്യം നമ്മൾ സോൾഡ് ചെയ്യേണ്ട പോയിന്റിലേക്ക് നമ്മൾ സോൾഡിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യുക. അടുത്തായിട്ട് അയൺ ബിറ്റിലേക്ക് കുറച്ച് ലെഡ് ഉരുക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സോൾഡിംഗ് പേസ്റ്റ് വെച്ച് ആ ഒരു ബാറ്ററിയുടെ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ആ ലെഡ് കറക്റ്റായിട്ട് ഉരുക്കി. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വയർ, അതിൻ്റെ അറ്റത്തും കുറച്ച് സോൾഡിംഗ് പേസ്റ്റ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ബാറ്ററിയിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പിടിച്ചോളും. വയർ വിട്ടു വന്ന ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവായിക്കോളും. അങ്ങനെ ഞാനിവിടെ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ FM ആൻറ്റിനിക്ക് ഞാനിവിടെ ഒരു വയറും സോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പീക്കറെ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. Power on. FM mode. Bluetooth mode. FM mode. Bluetooth mode. അപ്പോൾ ഈ ഒരു ബോർഡ് ഓൺ ആക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് അതൊക്കെ ഒരു സമാധാനമുണ്ട്. വലിയൊരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, ചെറിയ രീതിയിലാണ്. നമ്മൾ ബോർഡിലെ സൗണ്ട്, അതായത് നമ്മൾ ഇപ്പം FM റേഡിയോയുടെ വോളിയം ഫുള്ളായിട്ട് വെച്ചിട്ട് നമ്മൾ ഓൺ ആക്കിയാലും ഇത് രീതിയാണ്. അതിൻ്റെ അനൗൺസ്മെൻറ്റിന് സൗണ്ട് കുറവുണ്ട്. അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ സൗണ്ട് ക്ലാരിറ്റി, ഇതിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പാട്ട് സമയത്തുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് അത് നല്ലൊരു രസമാണ് കേൾക്കാൻ. പിന്നെ ഇത് നമ്മൾ ഫോണായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിയുമ്പം ബാറ്ററി ചാർജ് നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി ഫോണിൽ അറിയാൻ പറ്റും.
പിന്നെ ഇതിനകത്ത് FM ചാനൽ സ്കാൻ ചെയ്തെടുക്കാനായിട്ട് ആദ്യം FM മോഡ് ആക്കുക. മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിൽ മെനു ബട്ടണിൽ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്താൽ മതി. പ്ലേ ആൻഡ് ടോസ് ചെയ്യാനും അതുപോലെ തന്നെ FM ചാനൽ സ്കാൻ ചെയ്യാനായിട്ടാണെങ്കിൽ മെനു ബട്ടണിൽ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് FM മോഡ് ആണെങ്കിൽ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനായി സേവ് ആയിക്കോളും. അതുപോലെ നമ്മളിങ്ങനെ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചാനലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിസ്റ്റ് സേവ് ആയി കിടന്നോളും. ബാറ്ററി റിമൂവ് ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല. ഈ ഒരു ബോർഡിൽ നിന്ന് നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് സ്കാൻ ചെയ്ത് സേവ് ചെയ്ത ലിസ്റ്റ് അത് ഡിലീറ്റ് ആയി പോകും. വീണ്ടും സ്കാൻ ചെയ്യേണ്ടി വരും. ഇനി ഈ ഒരു ബോർഡിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇതിൻ്റെ FM റേഡിയോയ്ക്ക് വലിയൊരു ക്വാളിറ്റി ഇല്ല. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ബോർഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ബോർഡിന് അത്ര നന്നായിട്ട് FM റേഡിയോ കിട്ടുന്നില്ല. എല്ലാ ചാനലും അതായത് കേൾക്കാനൊരു സുഖമൊന്നുമില്ല, ഒരു ഇരപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. ിന്റെ ഒരു ഇമ്പോർട്ടൻസ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് പതിവ്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയുള്ളൊരു അപ്പം FM റേഡിയോയുടെ ക്വാളിറ്റിയാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അപ്പം FM റേഡിയോ ഉണ്ടാക്കാനാണെങ്കിൽ ഈ ഒരു ബോർഡ് മേടിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ ഒരു ബോർഡ് ഓക്കെയാണ്. സൗണ്ട് ക്വാളിറ്റി ഒന്നും പറയാനില്ല, നല്ല കിടിലൻ സൗണ്ടാണ് ഈ ഒരു ബോർഡിൻ്റെ. അതായത് നമ്മൾ ഇത്രയും നാളും പരിചയപ്പെടുത്തിയ ബോർഡുകളിൽ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ബോർഡിൻ്റെയാണ്, FM റേഡിയോ ഒഴികെ. പിന്നെ ഈ ബോർഡിൽ കാണുന്ന 3 പോയിന്റ് ഇത് IR സെൻസർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു ബോർഡ് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിൽ IR സെൻസർ കണക്ട് ചെയ്യണം. ഇതിൽ ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നതാണ് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് IR സെൻസർ മേടിച്ച് കണക്ട് ചെയ്താൽ മതി. ഇതിനുള്ള റിമോട്ട് മേടിക്കാൻ കിട്ടും. ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിലെ LED ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബോർഡ് ഓഫാണ്. ഇപ്പോൾ ഇതിലേക്ക് മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് LED ഇൻഡിക്കേറ്ററാണ് തെളിഞ്ഞ് നിൽക്കുന്നത്. ഇനി ബോർഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ബ്ലൂ ഇൻഡിക്കേറ്ററും ഗ്രീൻ ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ബ്ലൂ ഇൻഡിക്കേറ്റർ എപ്പോഴും വർക്ക് ചെയ്യില്ല, അത് ബ്ലൂടൂത്ത് മോഡൊക്കെ ഓണാക്കുന്ന സമയത്തൊക്കെയാണ്. അതുപോലെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന സമയത്ത് റീഡ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ബ്ലൂ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഈ ഒരു ബോർഡ് FM റേഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ബോർഡ് വാങ്ങണ്ട. അതിന് നല്ലത് നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോകളിൽ കാണിച്ച 90 ബോർഡ് തന്നെയാണ് FM റേഡിയോ ഉപയോഗിക്കാൻ നല്ലത്. പെൻ ഡ്രൈവോ മെമ്മറി കാർഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് വെക്കാൻ നല്ലൊരു ബോർഡാണ്, നല്ലൊരു സൗണ്ട് ക്ലാരിറ്റിയാണ് ഇതിന്. പിന്നെ ഈ ഒരു ബോർഡ് മേടിക്കുന്നവർ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു സ്പീക്കർ ഔട്ടിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യേണ്ട സമയത്ത് പോസിറ്റീവ് നെഗറ്റീവും തിരിഞ്ഞു പോകാതെ നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ബോർഡ് വാങ്ങിയത് ഷോപ്പിൽ നിന്ന് നേരിട്ടാണ്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് കാണാത്തതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അതുപോലെ ഈ ഒരു ബോർഡ് ആർക്കെങ്കിലും കൊറിയറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഈ ഒരു ബോർഡിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അയക്കുവാണെങ്കിൽ അവർക്ക് എളുപ്പമുണ്ട് വേഗം മനസ്സിലാവാൻ. ഈ ബോർഡിന് 210 രൂപയും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ആവുന്നതായിരിക്കും. അതുപോലെ ഞാനിങ്ങനെ പല വീഡിയോസിലും പരിചയപ്പെടുന്ന ബോർഡുകൾ എന്നോട് നേരിട്ട് അയച്ചു തരാമെന്ന് പലരും മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ബോർഡ് നേരിട്ട് അങ്ങനെ അയച്ചു തരാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ വീട് തൊടുപുഴയല്ല, തൊടുപുഴയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. അപ്പോൾ ഞാനങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ തൊടുപുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ മേടിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.